എടി കൊച്ചേ, നീ പറഞ്ഞതുപോലെ കാർത്തി സാർ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാകും എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. കാരണം സാർ ഒരാളെ ജോലിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ജോലിക്ക് കയറുന്ന വ്യക്തിയെക്കുറിച്ച് A to Z കാര്യങ്ങളും അയാൾ അന്വേഷിക്കാറുണ്ട്. ഇവിടെ അദ്ദേഹം നോക്കുന്നത് നമ്മുടെ കഴിവും ക്വാളിഫിക്കേഷനും മാത്രമല്ല, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോലും അദ്ദേഹം ചികഞ്ഞന്വേഷിക്കാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ തറവാട്ടിലെ കുട്ടിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ എൻ്റെ സാർ എന്നെ ചേർത്ത് പിടിച്ചത് തന്നെ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയുമോ? എന്ത് കാര്യം? നീ ചോദിച്ചോ പെണ്ണേ. അല്ല, നീ അകത്തളത്തിരിക്കുന്ന നിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നീ ഈ തറവാട്ടിലെ കുട്ടിയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഹാ, മനസ്സിലായി. അതിനെന്താ ഇപ്പോൾ? അതല്ലടാ, അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിനക്ക് ഈ തറവാട്ടിലുള്ളവരോട് എന്താ തോന്നിയത്? അതുപോലെ കാർത്തിയേട്ടനോടോ? സത്യം പറഞ്ഞ നിന്റെ അച്ഛൻ്റെയും വീട്ടുകാരുടെയും വീരസാഹിത്യ കഥകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛനോടും വീട്ടുകാരോടും ചെറുപ്പം മുതലേ എനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ കാർത്തി സാർ, അദ്ദേഹത്തിനോട് മാത്രം ഞങ്ങൾക്കാർക്കും ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും അദ്ദേഹത്തിനെ ഒന്ന് കാണുവാൻ ഏറെ ആഗ്രഹമുണ്ട്. സാറിനൊരിക്കൽ എങ്കിലും എന്നോട് സത്യം പറയായിരുന്നു. അതുകൊണ്ട് മാത്രം എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് സാനു. എങ്കിലും അതിന് സാറിന് സാറിൻ്റെതായ കാരണങ്ങൾ കാണും. ഇപ്പം തന്നെ സാർ എന്താണ് ആരാണെന്നൊക്കെ ഇവിടെ ആർക്കെങ്കിലും അറിയുമോ? എന്തിന്? ആതിരേച്ചിക്ക് പോലും. ഏട്ടൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം കാണും. പിന്നെ ആദ്യേട്ടത്തിയോട് ഏട്ടനുള്ള ഇഷ്ടം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഏട്ടൻ ജീവിക്കുന്നത് പോലും ഏട്ടത്തിയുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി കാണാൻ വേണ്ടിയാണ്. അതൊക്കെ ആരും പറയാതെ തന്നെ എനിക്കറിയാം സാൻവി. ആദ്യേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നാട്ടിലുണ്ടെന്നറിഞ്ഞതും ഏട്ടൻ്റെ വെപ്രാളവും ടെൻഷനും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാ കൊച്ചേ. ആ സമയത്ത് കാർത്തി സാറിന് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എനിക്ക് പകരം ഇവിടേക്ക് വന്നത് സാറായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇതിലും വിഷയമായേനെ സാൻവി. അതുപോലായിരുന്നു സാറിൻ്റെ ആ സമയത്തെ പ്രകടനമൊക്കെ. പിന്നെ സാർ അവർക്ക് പണം കൊടുത്തതിൻ്റെ പിന്നിലും എന്തോ ദുരുദ്ദേശമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മുടേതല്ലാത്ത കുറ്റത്തിന് സാറ് വെറുതെ പണം ചിലവാക്കില്ല കൊച്ചേ. അതെനിക്കും തോന്നി എബി. എനിക്കറിയാവുന്ന കാർത്തിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്നിട്ടും സാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നു. എന്നാലും അതെന്തായിരിക്കും? സാൻവി കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതെന്താണെങ്കിലും സാറ് നോക്കിക്കോളും കൊച്ചേ. നീ വെറുതെ തല പുകയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ അവിടെ അങ്ങിരുന്നു. ഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? അതെ ചേച്ചി, ഞങ്ങൾ വെറുതെ ഓഫീസ് കാര്യങ്ങളും സിദ്ധുവിൻ്റെ കാര്യങ്ങളുമൊക്കെ സംസാരിക്കുകയായിരുന്നു. ഞാനും ആ കാര്യം ചോദിക്കാനാ പിള്ളേരെ ഇങ്ങോട്ട് വന്നത് തന്നെ. നിങ്ങൾക്കറിയാലോ ഈ തറവാടിൻ്റെ അവസ്ഥ. മാധവിയമ്മയും ദേവച്ചനെയും ഒരുപാട് അലട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ സിദ്ധുവിൻ്റെ പ്രശ്നങ്ങൾ കൂടിയാകുമ്പോൾ ആ പ്രഷർ ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഏട്ടത്തി, അതൊന്നും പോസിബിൾ അല്ല. അവനെ പിടിച്ചിരിക്കുന്നത് ഒരു സാധാ കുറ്റത്തിനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സഹായിക്കാൻ നിന്ന നമ്മൾ നാറും എന്ന് കരുതി നിന്റെ അമ്മയുടെ വിഷമം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? ഞാൻ എന്തായാലും ഈ കാര്യം ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കാർത്തിയുടെ കാര്യം കേട്ടതും എബിയുടെയും സാൻവിയുടെയും മുഖം അവൻ എന്താ പറഞ്ഞതെന്നറിയാനായി അവളുടെ നേർക്ക് നീണ്ടു. ഏട്ടൻ പക്ഷേ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിള്ളേരെ. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ തറവാടിൻ്റെ മാനം കെടുന്നതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഏട്ടൻ കൂട്ടു നിൽക്കില്ല. എന്തായാലും നേരം ഒരുപാടായി. ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെന്താ ഏട്ടത്തി, ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയല്ലേ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. സാൻവി ആതിര പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് അവളോട് പറഞ്ഞു. എൻ്റെ പൊന്നു കൊച്ചേ, നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ ഒന്നിച്ച് കണ്ട അവർ പുതിയ കഥകളുണ്ടാക്കും. ദൈവത്തെ ഓർത്ത് ഇനി അതിനും കൂടെ ഒരു അവസരം നിങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കരുത്. അങ്ങനത്തെ പേടിയൊന്നും ഞങ്ങൾക്കില്ല ആദ്യേട്ടത്തി. അല്ലേ എബി ചാച്ചാ? അത് കേട്ടതും അവൾ എബിയോടായി ചോദിച്ചു. പിന്നല്ലേ, എനിക്കിവൾ ആരാണെന്നും ഞാൻ ഇവൾക്കാരാണെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായി തന്നെ അറിയാം. പിന്നെ ഞങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് ആദ്യ ചേച്ചിക്കും അറിയാം. പിന്നെ ഞങ്ങൾ ആരെയാ പേടിക്കേണ്ടത്?
ഞങ്ങളെ മനസ്സിലാക്കാത്ത എൻ്റെ വീട്ടുകാരെയോ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല പിള്ളേരെ, നമ്മൾ കാരണം ഇവിടെ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കണ്ട. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കാർത്തിയേട്ടനും ഇവിടെ ഇല്ലാത്ത സമയം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അല്ലാതെ എനിക്ക് നിങ്ങളെ അവിശ്വാസമുള്ളതുകൊണ്ടൊന്നുമല്ല. കാരണം ഈ ലോകത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ നിങ്ങളെയും ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ അല്പനേരം ഇരുന്നതിന് ശേഷം ആണ് അവർ മൂവരും മൂന്നിടത്തേക്കായി പിരിഞ്ഞത്. അല്ല ഏട്ടത്തി, ആരെയും കാണുന്നില്ലല്ലോ. പതിവ് പോലെ കാലത്തെ എഴുന്നേറ്റതും സാൻവിയുടെ ശബ്ദം ആദിയുടെ നേരെ ഉയർന്നു. രാധികാമ്മ ഉണർന്നു കാണും മോളെ. സിദ്ധാർത്ഥിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് വരാത്തതാകും. അതെന്തായാലും നന്നായി. ഇന്നെങ്കിലും കുറച്ച് സമാധാനത്തോടെ നമുക്ക് ജോലി ചെയ്തിട്ട് ഷോപ്പിലേക്ക് പോകാമല്ലോ. അങ്ങനെയൊന്നും പറയാതെൻ്റെ കൊച്ചേ, അറസ്റ്റിലായിരിക്കുന്ന നിന്റെ ചേട്ടനാണ്. അതിനെന്താ ഏട്ടത്തി, അവൻ്റെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട കാര്യം അവനുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ആ ചെറുക്കനെ ഇങ്ങനെയൊക്കെ ആക്കിയത് എൻ്റെ അമ്മ തന്നെയാ. അതുകൊണ്ട് തന്നെ അവന് വേണ്ടി അവർ ഉരുകുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടവൾ ആദിയെ സഹായിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എബിയും അവിടെ എത്തിച്ചേർന്നു. ആദിയേച്ചി, ഞാൻ ഇന്നലെ കിടന്നപ്പോഴൊരു കാര്യം ഓർത്തത്. എന്താ എബി? അന്ന് ആ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് എന്നോട് പവിത്ര കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താടാ, എന്തെങ്കിലും വിഷയമുണ്ടോ? അങ്ങനെ വിഷയമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളുണ്ട്. അന്ന് ആ മോഹനും ഭാര്യയും അവരുടെ കുട്ടിക്ക് സാധനം വാങ്ങാൻ വന്നിരുന്ന സമയത്ത് ബില്ലിംഗ് സെക്ഷൻ വരെ സംഭവം ക്ലിയർ ആയിരുന്നുവെന്ന് ആ പെൺകുച്ച് തറപ്പിച്ച് പറയുന്നു. അവിടം വരെ ചേച്ചിയും സമ്മതിക്കുന്നുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ചതി നടന്നിട്ടുള്ളത് പാക്കിംഗ് സെക്ഷനിലാണെങ്കിലോ? അതിനൊരു സാധ്യത നിങ്ങൾ കാണുന്നില്ലേ? എന്തായാലും ഇക്കാര്യം ജാൻസിയോട് കൂടി സംസാരിക്കണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചതി ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. എടാ, നീ പറഞ്ഞത് ശരിയാണ്. പാക്കിംഗ് സെക്ഷന് മുൻപ് വരെ നമ്മൾ കൊടുത്ത സാധനം ചെക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നീടത് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഒരു ചെക്കിങ്ങിൻ്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ പാക്ക് ചെയ്ത് അവർക്ക് സാധനങ്ങൾ കൊടുത്തു വിടുകയാണ് പതിവ്. എന്നാൽ എനിക്ക് തോന്നുന്നു നമുക്ക് തെറ്റുപറ്റിയത് അവിടെയാണെന്ന്. ബില്ലടച്ച് സാധനങ്ങളായിരിക്കില്ല അവർ മോഹനും ഭാര്യയ്ക്കും നൽകിയത്. അത് നമ്മുടെ കയ്യിലെ ഫോൾട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ ചതിയോ എന്തുമാട്ടെ, ഇതിനൊരു പരിഹാരം കാണുക തന്നെ വേണം. അങ്ങനെ ഓരോന്നും പറഞ്ഞവർ അവിടെ നിൽക്കുമ്പോഴാണ് മാധവി മുത്തശ്ശി അവിടേക്ക് കയറി വന്നത്. മുത്തശ്ശിയെ കണ്ടതും എബിൻ്റെ മുഖം തെളിഞ്ഞു. അതുപോലെ തന്നെ മുത്തശ്ശിയുടെയും. കാരണം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ എബി മുത്തശ്ശിയെ കറക്കി കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമുണർന്നാൽ മുത്തശ്ശി ആദ്യം അന്വേഷിക്കുന്നത് എബിനെ തന്നെയാണ്. പതിവിന് വിപരീതമായി അവനെ കാണാത്തതുകൊണ്ട് അവനെ തേടി ഇറങ്ങിയതാണ് നമ്മുടെ മാധവിക്കുട്ടി. എവിടെയായിരുന്നു എബി നീ ഇതുവരെ? രാവിലെ നിന്റെ ഗുഡ് മോർണിംഗ് കേട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്തോ പോലെയാ. സോറി എൻ്റെ മുത്തി, ഞാൻ ഷോപ്പിൽ 1-2 കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. വന്നപ്പോൾ ഈ കുരിപ്പ് എന്നെ ഇവിടെ പിടിച്ചു വച്ചു. അവൻ സാൻവിക്കിട്ട് ചൊറിഞ്ഞു. അവൾ അതിനപ്പുറം അവന് നേരെ കൊഞ്ഞനം കുത്തി. അല്ല മക്കളെ, ഷോപ്പിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു? പഴയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കച്ചവടത്തിനെ ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? അവർ ഏറെ പ്രതീക്ഷയോടെ അവരോട് ചോദിച്ചു. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല മുത്തശ്ശി. ആ പഴയ കച്ചവടമൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട്, അധികം താമസിയാതെ നമ്മൾ ആ കള്ളനെ കൈയോടെ പിടികൂടിയതിന് ശേഷം നമ്മുടെ ഷോപ്പ് പഴയതിലും ഭംഗിയായി തന്നെ പുനരാരംഭിക്കും. അതിനു വേണ്ടിയുള്ള നീക്കത്തിലാണ് ഞങ്ങളൊക്കെ. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ മക്കളെ. അങ്ങനെ മുത്തശ്ശി അവരോട് വളരെ കാര്യമായി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയത്താണ് അകത്തളത്ത് നിന്നും വലിയ ശബ്ദം പുറത്തേക്ക് ഉയർന്നു വന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും സാവിയമ്മയുടെയും ഒക്കെ സ്വരമാണല്ലോ കേൾക്കുന്നത്. അകത്തു നിന്നും കേൾക്കുന്ന ആ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് സാൻവിയുടെ സ്വരമുയർന്നു. അത് പിന്നെ മക്കളെ, സിദ്ധാർത്ഥിൻ്റെ കാര്യമാണ് വിഷയം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവരെല്ലാവരും ചേർന്ന് അവിടെ ഇരിക്കുന്ന കാര്യം ഈ കാര്യം കുശൂഷിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഓ, അപ്പം അതാണ് കാര്യം. എൻ്റെ മക്കളെ, ആയ കാലത്ത് ആ ചെറുക്കനെ നിയന്ത്രിച്ച് നിർത്തേണ്ട സമയത്ത് അവൻ്റെ എല്ലാ തോന്നിവാസത്തിനും ഈ രാധിക മൗനസമ്മതം നൽകിക്കൊണ്ടിരുന്നു. എന്നിട്ടിപ്പോൾ ആ ചെറുക്കൻ പിഴച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ടോ? അവർ പുച്ഛത്തോടെ തൻ്റെ മക്കളോട് ചോദിച്ചു. അല്ല, ഇപ്പം എന്താ പുതിയ പ്രശ്നം? അവരുടെ സ്വരം ഉയർന്നത് കേട്ടതും ആദ്യ മുത്തശ്ശിയോട് തിരക്കി. അതാ സത്യൻ ഈ ചെറുക്കനെ രക്ഷിക്കാൻ പലരുടെയും കാല് പിടിച്ചിരുന്നു. എന്നാൽ ആരും ഒരു സഹായവും ഇവനും ഇവൻ്റെ മകനും ചെയ്തു കൊടുത്തില്ല. അതിൻ്റെ പ്രതിഷേധമാ അവൻ്റെ ഭാര്യ അവിടെ കാണിക്കുന്നത് മോളെ.
ഓ, എന്തായാലും നിങ്ങൾ വാ, നമുക്ക് അവരെ ഒന്ന് ചൊറിഞ്ഞിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് സാൻവി അവരെയും കൂട്ടി പുറത്തേക്ക് നടന്നു. രാധികെ, നീ കാര്യമറിയാതെ സംസാരിക്കരുത്. നിന്റെ മോൻ ഒറ്റൊരുത്തം കാരണം ഞാൻ ആരുടെയൊക്കെ കാല് പിടിച്ചെന്നറിയോ? എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? രാധിക സത്യന്റെ നേരെ കടിച്ചു കയറി. അതിന് നിന്റെ മോൻ അസുഖം കൊണ്ട് ഹോസ്പിറ്റലൊന്നും അല്ല കിടക്കുന്നത്, ചികിത്സിച്ച് ഭേദമാക്കാൻ. സത്യൻ രാധികയുടെ നേരെ തുറന്നടിച്ചു. നിങ്ങൾ എന്നോട് കിടന്ന് ചാടാതെ അവനെ ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. ഹോ, അവനെ ഇറക്കാനുള്ള ചർച്ചയാണോ? സാൻവി പുച്ഛത്തോടെ അവിടേക്ക് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു. ആണെങ്കിൽ നിനക്കെന്താ? നിനക്ക് സ്വന്തം ആങ്ങളയോട് വെറുപ്പല്ലേ? അതെ, എനിക്ക് വെറുപ്പാണ്. അമ്മയ്ക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? അവളും അതേ താളത്തിൽ തന്നെ മറുപടി കൊടുത്തു. നീ ആരെ കണ്ട സാൻവി ഇങ്ങനെ നിഗളിക്കുന്നത്? നാളെ നിനക്കൊരാവശ്യം വന്നാലും എൻ്റെ സിദ്ധുമോൻ്റെ അവസ്ഥയായിരിക്കും നിനക്കും വന്നു ചേരുക. അന്നേ നിനക്ക് ഈ അമ്മയുടെ വില മനസ്സിലാവുള്ളൂ. അതിന് അമ്മയുടെ സിദ്ധുമോനെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതല്ല എൻ്റെ ജോലി. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. അമ്മയുടെയും മോളുടെയും ഈ വഴക്ക് കണ്ട് സാവിത്രി അവരുടെ ഇടയിലേക്ക് കയറി. എൻ്റെ സാനുമോളെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഏട്ടനും അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓ, എന്നാത്തിന്? ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തൽക്കാലം അത് മതി. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ ഇരുവരും അടിയായി. അതിനെ തടഞ്ഞുകൊണ്ട് ആദി അവരുടെ ഇടയിലേക്ക് കയറി. ദേ, ആൻറ്റി പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. സിദ്ധാർത്ഥ് ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളെന്തിനാ സാൻവിയെ കുറ്റപ്പെടുത്തുന്നത്? അവളല്ലല്ലോ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതൊക്കെ. നല്ല രീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ അവനീ അവസ്ഥ വരില്ലായിരുന്നു. അതിനു മാത്രം ഞങ്ങളുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആതിര. ഇതിനൊക്കെ കാരണം നീ ഒറ്റൊരുത്തിയാ. രാധിക കിട്ടിയ അവസരത്തിൽ ആതിരയെ കുറ്റപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. ദേ അമ്മേ, നിങ്ങൾ എന്തിനാ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എൻ്റെ ഏട്ടത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ മകനെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ മകൻ്റെ കയ്യിലിരിപ്പാ. അതിനാരെയും പഴി ചാരിയിട്ട് കാര്യമില്ല. ഇനി അമ്മയ്ക്ക് കുറ്റപ്പെടുത്തിയേ തീരുവെന്നുണ്ടെങ്കിൽ ദാ ആ ഇരിക്കുന്ന കണ്ണാടിയിൽ നോക്കി നിങ്ങൾ സ്വയം അങ്ങ് കുറ്റപ്പെടുത്ത്. കാരണം സിദ്ധാർത്ഥ് ഇങ്ങനെ ആകാൻ കാരണം അമ്മ മാത്രമാണ്. അതായത് നിങ്ങളുടെ വളർത്തുഗുണം. ഡി, അത് കേട്ടതും രാധിക വളരെയധികം ദേഷ്യത്തിൽ അവരുടെ നേരെ അലറി. നീ എന്തിനാ രാധു സാനുമോളുടെ നേരെ ചാടുന്നത്? അവൾ പറഞ്ഞത് ഇല്ലാത്തൊന്നും അല്ലല്ലോ. മക്കളെ വളർത്തേണ്ട പോലെ വളർത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള ഗതികേടുകൾ മാതാപിതാക്കൾ കാണേണ്ടതായി വരും. അതിന് വീട്ടിൽ കയറുവെന്ന മരുമക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മാധവി മുത്തശ്ശി, എൻ്റെ അമ്മയ്ക്ക് ചില നഗ്നമായ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി അതിന് കഴിയൊന്നും തോന്നില്ല. നീ ഒന്നും കൂടുതൽ കളിയാക്കേണ്ട കാര്യമില്ല. ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണേലും ഞാൻ എൻ്റെ മോനെ വെളിയിലിറക്കും. രാധിക അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് സത്യൻ്റെ നേരെ തിരിഞ്ഞു. എന്ത് ചെയ്തിട്ടാണേലും എനിക്കെൻ്റെ മകനെ കാണണം സത്യേട്ടാ. നിങ്ങൾ അവനെ എൻ്റെ മുൻപിൽ എത്തിക്കണം. അവർ സത്യൻ്റെ മുൻപിൽ നിന്ന് കേണതും സാൻവിയുടെ ചുണ്ടിൽ വിരിഞ്ഞത് പുച്ഛമായിരുന്നു. എൻ്റെ പൊന്നമ്മേ, ഈ നിൽക്കുന്ന അച്ഛൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ല. അമ്മ പറഞ്ഞ ഉടനെ പോയി അവനെ ഇറക്കാനായിട്ട്. അതിന് മുകളിൽ നല്ല ഹോൾഡുള്ള ആളുകൾ വേണം. അന്ന് എൻ്റെ ഏട്ടത്തെ രക്ഷിക്കാൻ കെ സാർ ഉണ്ടായതുപോലെ ആരെങ്കിലും മുൻപോട്ട് വന്നാൽ ചിലപ്പോൾ അവൻ രക്ഷപ്പെടും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സത്യനെ തേടി ഒരു കോള് വന്നത്. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന പേര് കണ്ടതും അയാളുടെ മിഴികൾ വിടർന്നു. ആ വിടർന്ന മിഴികളോടെ സാൻവി ഒന്ന് നോക്കിയ ശേഷം അയാൾ പുറത്തേക്ക് പോയി. എന്നാലും എൻ്റെ സാൻവി, സിദ്ധു നിന്റെ ഏട്ടനല്ലേ? എന്നിട്ടും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിന്ന് വർഷയുടെ സ്വരം സാൻവിയുടെ നേരെ ഉയർന്നു. എൻ്റെ ഏട്ടനാണ്, അതുകൊണ്ട് ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുള്ളൂ. എൻ്റെ സ്ഥാനത്ത് നീയാണേ അവനെ അടിച്ചു കൊന്നേനെ. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് ആ വൃത്തികെട്ടവന്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആദ്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. എന്തിനാ സാനു കൊച്ചേ എല്ലാവരോടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് വേണ്ടി നീ ഇങ്ങനെ എല്ലാവരെയും വെറുപ്പിക്കരുത് കൊച്ചേ. ഇത് ചേച്ചിക്ക് വേണ്ടി മാത്രമല്ല, ജാൻസി എന്ന ആ പാവം പെണ്ണിന് വേണ്ടി കൂടിയാ. നിനക്കറിയാലോ ചേച്ചി പെണ്ണെ, ആ പാവത്തിൻ്റെ അവസ്ഥ. എൻ്റെ കാർത്തിയേട്ടൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പാവം ഒരു മുഴം കയറിൽ അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. ഐസക്കേ, അപ്പോൾ ഒരു വഴിയുമില്ലേടാ? സത്യൻ്റെ സ്വരമിടറി. അങ്ങനെയല്ലടോ, ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ബോസിനോട് പറയും. അവർ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ പറയല്ലേ ഐസക്കേ, എൻ്റെ ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ നീയാണ്. ആ നീ കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക? എടാ, എനിക്കും അരുന്ധതിക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ മകനോട് പറയുകയും ചെയ്തു.
പക്ഷേ അവനൊരു മറുപടി ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സത്യ. അതുകൊണ്ട് നീ വേറെ വഴി നോക്കുന്നതാകും നല്ലത്. പ്ലീസ് ഐസക്, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ടാ ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ തേടി വന്നത് തന്നെ. എനിക്ക് മനസ്സിലാകും സത്യ നിന്റെ അവസ്ഥ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആകെ ചെയ്യാൻ പറ്റുന്നത് അപ്പുവിന് മാത്രമായിരുന്നു. അവൻ വിചാരിച്ച ചിലപ്പോൾ ഈ കാര്യത്തിനൊരു പരിഹാരം കാണാൻ സാധിച്ചു എന്ന് വരാം. പക്ഷെ അവിടെയും ഞങ്ങൾക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം നീ വിചാരിക്കുന്നത് പോലെ ഹോൾഡൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ അവൻ വർക്ക് ചെയ്യുന്നത് വലിയൊരു കമ്പനിയിലാണ്. ആ കമ്പനി മുതലാളി വിചാരിച്ച നിന്റെ മോനെ ഇറക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. എങ്കിൽ ആ വഴിയൊന്ന് നോക്കിക്കൂടെ ഐസക്കേ? വേറെ ആരോടും സഹായം പറയാനില്ലാത്തതുകൊണ്ടാ ഞാൻ നിന്നോട് പറയുന്നത്. പ്ലീസ്, നീ എന്നെ ഒന്ന് സഹായിക്കണം, സത്യൻ അയാളോട് അപേക്ഷിച്ചു. ഞാനൊന്ന് നോക്കട്ടെ സത്യ. എന്നിരുന്നാലും ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. അതുപോലുള്ള കേസിലാണല്ലോ നിന്റെ മോൻ അകപ്പെട്ടത്. അതിന് മറുപടിയായി സത്യനൊന്ന് മൂളി. അല്ല, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഒന്നും നിങ്ങളെ സഹായിക്കാറില്ലേ? അതുപോലെ സേതുവിൻ്റെ മകൻ കാർത്തിയും. ഐസക്കിൻ്റെ സ്വരം സത്യൻ്റെ നേരെ ഉയർന്നു. അങ്ങനെ സഹായിക്കാൻ ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസരത്തിൽ നിന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഐസക്. അതെന്താ അങ്ങനെ? എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും എന്താണ് വിരോധം? ഓ, അതേപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അവർക്ക് മക്കളായി സേതുവിൻ്റെ മകനെയും എൻ്റെ ഇളയ മകൾ സാൻവിയെയും അതുപോലെ കാർത്തിയുടെ പെണ്ണിനെയും മാത്രമേ പിടിക്കത്തുള്ളൂ. ബാക്കിയെല്ലാവരും വേസ്റ്റുകളാണെന്നാ അവരുടെ കണ്ടുപിടുത്തം. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നില്ല അളിയാ. സത്യൻ കിട്ടിയ അവസരത്തിൽ അവരെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടുകൊണ്ട് അയാളുടെ അടുത്ത് അരുന്ധതിയും ഉണ്ടായിരുന്നു. എന്തായാലും സത്യനളിന് ടെൻഷനാകണ്ട. ഞാൻ എന്തായാലും ഒന്നും കൂടെ ഞങ്ങളുടെ മകനോട് സംസാരിക്കാം. അവൻ പറഞ്ഞ അവൻ്റെ ബോസ് കേൾക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അയാൾക്ക് അത്ര നല്ല പിടിപാടുണ്ടോ? സത്യൻ കാര്യങ്ങൾ അറിയാനായി അയാളോട് തിരക്കി. പിന്നെ ഇല്ലയോ, ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ അയാൾക്ക് കമ്പനികളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്നയാളാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അയാൾ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയത്. എന്താണ് അയാളുടെ പേര്? എനിക്ക് പേരൊന്നും അങ്ങനെ അറിയില്ലളിയാ. എൻ്റെ മോൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഓഫീസ് കാര്യങ്ങളിലൊന്നും ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കാറുമില്ല. പക്ഷെ അവൻ്റെ ബോസ് ദയാലുവാണെന്നും ഒരുപാട് പേരെ സഹായിക്കാറുണ്ടെന്നുമൊക്കെ അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ആരുവിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ സഹായിച്ചത് ഇവൻ്റെ ബോസായിരുന്നു. അപ്പം നിന്റെ മകൻ പറഞ്ഞ അദ്ദേഹം ഞങ്ങളെയും സഹായിക്കുമായിരിക്കുമല്ലേ? സത്യൻ വളരെ പ്രതീക്ഷയോടെ അയാളോട് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അവനോട് നിന്റെ മകൻ്റെ കാര്യം സംസാരിക്കാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ അവർ ഇരുവരും സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം സത്യൻ ഫോണിൽ സംസാരിക്കുന്നത് സാൻവി അവരുടെ റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നാലും ആരോടായിരിക്കും അച്ഛനിങ്ങനെ സംസാരിക്കുന്നത്? അവൾ തന്നോട് തന്നെ ചോദിച്ചു. സിദ്ധാർത്ഥിനെ ഇറക്കാനായി ആരോടെങ്കിലും കാല് പിടിക്കുന്നതാകും. സാനുമോളെ, അല്ലാതെ നിന്റെ അച്ഛൻ വിചാരിച്ചിട്ട് ഒന്നും കാര്യമില്ലല്ലോ. എന്തായാലും നീ കൂടുതലൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ഫ്രഷായി എബിനെ കൂട്ടി താഴേക്ക് വരാൻ നോക്ക്. ഇന്ന് ലോഡ് വരുന്നത് ആണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ആദ്യ സാൻവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിറങ്ങി. എന്നാൽ ഇതേ സമയം എബിൻ അവൻ്റെ ബോസിനോട് സംസാരിക്കുകയായിരുന്നു. ആരാണെന്നറിഞ്ഞിട്ടും തന്നോട് എന്തിനാണ് ഇദ്ദേഹം ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നതെന്നുള്ള ചിന്ത എബിയിൽ ഉയർന്നെങ്കിലും അവനതൊന്നും പുറത്ത് കാണിക്കാതെ പതിവ് പോലെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ എബി, നിനക്ക് എന്നോട് എന്തേലും പറയാനുണ്ടോ? പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ അവൻ ചോദിച്ചതും ഒരു നിമിഷം എബി മറുപടിയൊന്നും പറയാതെ മൗനം പൂണ്ടു. എബിൻ, ഞാൻ ചോദിച്ചത് നിന്നോടാണ്. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കിപ്പോൾ എന്തും എന്നോട് പറയാം. അത് പിന്നെ, എന്തിനായിരുന്നു എന്നോട് സാർ ഇതൊക്കെ മറച്ചു വെച്ചത്? ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും സാറിന് എന്നോട് സത്യം പറയായിരുന്നു. എബിൻ അവൻ്റെ മുൻപിൽ വികാരാധീനായി. എബി, നിന്നോട് സത്യങ്ങൾ പറയാതിരുന്നത് എൻ്റെ തെറ്റാണ്. അതിനെനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. ഒന്നാമത്, നിന്റെ അപ്പച്ചനും അമ്മച്ചിക്കും എൻ്റെ വീട്ടുകാർ കാരണം കിട്ടിയ വേദനകൾ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് മുത്തശ്ശി പറഞ്ഞ് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ തറവാട്ടിലെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ നീ കമ്പനിയിൽ ജോലിക്ക് വന്നില്ലെങ്കിലോ എന്ന് ഞാൻ ഭയന്നു എബിൻ. പിന്നെ നിന്നെ നാട്ടിലേക്ക് വിടാൻ തന്നെ കാരണം നീ അവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാ. അതുപോലെ എൻ്റെ മുത്തശ്ശി നിന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഡയറക്റ്റായിട്ട് നിന്നോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ട് നിന്റെ ആൻസർ നോ എന്നാണെങ്കിൽ
അതെനിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ തറവാട്ടുകാർ നിന്റെ അച്ഛനോടും അമ്മയോടും ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു മകനും ക്ഷമിക്കാൻ കഴിയുന്നതല്ല നിന്റെ അച്ഛനോട് എൻ്റെ തറവാട്ടുകാർ ചെയ്തത്. അതിന് സാർ എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. തലമുതിർന്നവരോരോന്നും ചെയ്തതിന് സാർ എന്ത് പിഴച്ചു? നീ എന്നെ സാറെന്ന് വിളിക്കണ്ടേ ബി. എൻ്റെ സാൻവി മോൾ വിളിക്കുന്നത് പോലെ ഏട്ടാന്ന് വിളിച്ചാൽ മതി. എനിക്കും അതാ ഇഷ്ടം. ശരി ഏട്ടാ. പിന്നെ ഏട്ടാ, എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നോട് അതേപ്പറ്റി പറഞ്ഞിരുന്നു. ഇനിയെങ്കിലും ആ പാവത്തിൻ്റെ ആഗ്രഹമൊന്ന് സാധിച്ചു കൊടുത്തൂടെ? അതുപോലെ നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാർത്തിയേട്ടാ. പിന്നെ നിങ്ങളുടെ വല്യച്ഛൻ എൻ്റെ അച്ഛനെ വിളിച്ച് സഹായം ചോദിച്ചിരുന്നു. അവിടെ സംസാരിച്ച കാര്യം എബിൻ കാർത്തിയോട് തുറന്നു പറഞ്ഞു. ആരുവമ്മയെ കാണാനുള്ള വഴിയൊക്കെ നമുക്ക് നോക്കാം. തൽക്കാലം നീ നിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക്, സിദ്ധാർത്ഥിനെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ അവൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അയാൾ പുറത്തിറങ്ങിയോ? എപ്പായിരുന്നു കാർത്തിയേട്ടാ? അതൊക്കെ ഇറങ്ങി എബി. അവനെ ഇറക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അതുകൊണ്ട് ഞാൻ ഭംഗിയായത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവനോടൊപ്പം ആ പെണ്ണും ഇനി സത്യൻ്റെ മകൻ്റെ ജീവിതത്തിൽ കാണും. പക്ഷേ ഏട്ടാ, അതൊരു ഡാഷല്ലേ? അങ്ങനെ ഒരുവളെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? എബിൻ്റെ സ്വരമുയർന്നതും അതിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് കാർത്തി അവനോട് സംസാരിച്ചു തുടങ്ങി. മോനെ, ഇന്നത്തെ കാലത്ത് ആരും ഡാഷുകളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ അങ്ങനെ മുദ്ര കുത്തുന്നത് തന്നെ. സിദ്ധുവിനെ പോലെ ഉള്ളവർ ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ളവരും കാണും. അതെന്താ ഏട്ടാ ഏട്ടൻ അങ്ങനെ പറഞ്ഞേ? അത്രയ്ക്ക് മോശം സ്വഭാവമാണോ സിദ്ധാർത്ഥിൻ്റേത്? ആണോന്നോ? അവനെപ്പോലെ വൃത്തികെട്ടൊരുവനെ ഞാൻ കണ്ടിട്ടില്ല. സഹോദരിയോട് പോലും നീതി പുലർത്താൻ കഴിയാത്തൊരു ഡാഷ് മോന്. അവനാണ് ചെറ്റ. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് അവൻ പൊന്നുണ്ണിയാണല്ലോ. അപ്പോൾ അവർക്കിതൊന്നും അറിയില്ലേ? പിന്നെ അറിയാതെ അവൻ്റെ എല്ലാ തോന്നിവാസത്തിൻ്റെ പിന്നിലും അവരാണ്. അവൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ തന്നെ കാരണം അവരാ. എന്തായാലും മോനെ, നീ നിന്റെ അച്ഛനോട് അവനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിയ കാര്യം പറഞ്ഞേക്ക്. അതുപോലെ അവൻ്റെ വിവാഹം ആ ഡാഷിനോടൊപ്പം കഴിഞ്ഞെന്നും വല്യച്ഛനോട് പറയാൻ നീ അദ്ദേഹത്തിനോട് പറയണം. ഏട്ടാ, ഇതൊക്കെ അവരറിയുമ്പോൾ വലിയ പ്രശ്നമാകില്ലേ? അതും നമ്മുടെ വിഷയമല്ല മോനെ. നീ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ അപ്പച്ചനോട് വിളിച്ച് പറയാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ കോൾ അവസാനിപ്പിച്ചു. എന്താ എബി, കാർത്തിയേട്ടൻ എന്താ പറഞ്ഞേ? അവരുടെ സംസാരം കേട്ട് അവിടേക്ക് വന്ന സാൻവി അവനോട് ചോദിച്ചു. എടാ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ. എടാ, നിന്റെ ഏട്ടനെന്ന് പറയുന്നവൻ്റെ വിവാഹം കഴിഞ്ഞെന്നൊക്കെയാ കാർത്തിയേട്ടൻ പറയുന്നത്. ആരുമായിട്ട്? എൻ്റെ കൊച്ചെ, ആ റെയ്ഡിൽ പിടിച്ച പെണ്ണുമായിട്ട് അവൻ്റെ വിവാഹം നടന്നു എന്നൊക്കെയാ കാർത്തിയേട്ടൻ പറയുന്നേ. നടന്നിട്ടുണ്ടാവും. ഏട്ടനൊന്നും വെറുതെ പറയില്ലേ ബി. എന്നാലും ഇതൊക്കെ ആരെങ്കിലും അറിയുമ്പോൾ ഉള്ള അവസ്ഥ അറിയട്ടെ ബി. എന്നാലേ ഇവന്മാരെ പോലെയുള്ളവർ ഓരോന്ന് ചെയ്യുമ്പോൾ അതേപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. കാരണം തെറ്റിന് ശിക്ഷ കിട്ടാതെ ജീവിക്കുമ്പോഴാണ് വീണ്ടും ആ തെറ്റ് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ആ തെറ്റ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും. അതും ശരിയാ സാൻവി. മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇക്കാര്യത്തിൽ താനെന്താ വിഷമിക്കാത്തെ എന്ന് നിനക്കറിയോ? അതുപോലെ ഇവൻ കാരണം എൻ്റെ ഏട്ടൻ വേദനിച്ചിട്ടുണ്ട് ബി. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ അവന് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും അവൻ ചെയ്ത പണിക്ക് കിട്ടിയ ശിക്ഷ അവൻ്റെ അപ്പനും അമ്മയ്ക്കും കൂടി ബാധകമാണ്. അതുപോലെയുള്ള മരുമകളല്ലേ ഇവിടെ കയറി വരാൻ പോകുന്നത്. അതിൽ പരമിനി എന്ത് വേണം എൻ്റെ സാൻവി കൊച്ചേ? അതൊക്കെ പോട്ടെ, കാർത്തിയേട്ടൻ വേറെ എന്താ പറഞ്ഞത്? സാൻവി അത് ചോദിച്ചതും കാർത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം എബി അവളോട് വള്ളി പുള്ളി തെറ്റാതെ അവതരിപ്പിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അപ്പനോടെന്തായാലും സാറ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും പറഞ്ഞേക്കാം. ബാക്കിയൊക്കെ അവർ തീരുമാനിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് എബിൻ തന്നെ ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. എന്ത് പ്ലാൻ? എന്നത്തെയും പോലെ ബിസിനസ്, കുടുംബം, നല്ല ജീവിതം, ഇതൊക്കെ തന്നെയാണ് ക്രിസ്റ്റി എൻ്റെ ഇപ്പോഴത്തെ പ്ലാനുകളൊക്കെ. അതിലൊരു ചെറിയ മാറ്റം അരുന്ധതിയമ്മയാണ്. എനിക്ക് വേണ്ടി ആ പാവം ഒരുപാട് ജീവിച്ചിട്ടുണ്ട്. അതുപോലെ എന്നെ അവർക്ക് വലിയ ഇഷ്ടവുമാണ്. ആ ഇഷ്ടം എൻ്റെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും ഭർത്താവിനെയും കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ബിസിനസ്സിനെ ചതിക്കാൻ നോക്കിയ ആ പന്ന മക്കൾ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല ഗൈസ്. പിന്നെ എൻ്റെ വല്യച്ഛൻ, വല്യമ്മ, അവർക്കുള്ള പണി അവരുടെ മരുമകൾ തന്നെയാണ്. അവരുടെ അഹങ്കാരത്തിന് ഇങ്ങനെ ഒരു പണി തന്നെ ധാരാളം. പിന്നെ അവർക്കുള്ള ശിക്ഷ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എൻ്റെ മിക്കുമോനും ജാൻസിയേച്ചിയും നീതി വാങ്ങിച്ചു കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഈ കളി അവസാനിപ്പിക്കൂ. കാർത്തി ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു നിർത്തി. എടാ,
അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് എൻ്റെ ലക്ഷ്മിയുടെ കാര്യം കുറച്ച് സംസാരിക്കാനുണ്ട്. ഇന്ദ്രൻ മുൻപിലേക്ക് വന്ന് നിന്നുകൊണ്ട് കാർത്തിയോട് ഓപ്പണായി പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ ഇന്ദ്രനിലായി. നിനക്കൊക്കെ അറിയാലോ, എനിക്ക് അവളോടുള്ള പ്രണയവും ഇഷ്ടവും. എനിക്കൊരിക്കലും അവളില്ലാതെ, അവളുടെ സാമീപ്യമില്ലാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. എടാ, അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. എന്ത് വില കൊടുത്തും ഞങ്ങൾ നിന്റെ വിവാഹം നടത്തുക തന്നെ ചെയ്യും. കാർത്തിയും കൂട്ടരും അവന് വാക്ക് നൽകി. എടാ അതല്ലടാ, ലക്ഷ്മി എന്നെ വിളിച്ചിരുന്നു. ആദിയുടെയും കാർത്തിയുടെയും വിവാഹത്തിന് ശേഷം ലക്ഷ്മിക്ക് എന്നോട് ചെറിയൊരു അകൽച്ചയുണ്ടായിരുന്നു. അതിന് കാരണം അവളോട് സത്യാവസ്ഥ ഞാനൊന്നും തുറന്നു പറയാതിരുന്നതുകൊണ്ട് മാത്രമായിരുന്നു. അത് നിങ്ങൾ രണ്ടുപേരും പരിഹരിച്ച് തന്നതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. എന്താടാ കാര്യം, നീ അത് പറ. എടാ, അത് പിന്നെ ലക്ഷ്മിയുടെ അമ്മ വീട്ടുകാർ അവൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നതായി അവൾ എന്നോട് പറഞ്ഞിരുന്നു. നിനക്കറിയാലോ, അവളുടെ അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരോ അമ്മ വീട്ടുകാരോ ഒന്നും ഞങ്ങളുടെ ഈ ബന്ധത്തിന് സമ്മതം തരില്ല. അവരുടെ സമ്മതം നോക്കിയിരുന്ന ഈ ജന്മം ഞങ്ങളുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ല കാർത്തി. എന്തുകൊണ്ട് നടക്കില്ല ഇന്ദ്ര, അതുകൂടി നീ പറയ്. എടാ, അവരുടെ വീട്ടുകാർ ഒരിക്കലും ഇന്ന് സമ്മതിക്കുകയല്ല. നിനക്കറിയാലോ ഞങ്ങളുടെ ജാതികൾക്കിടയിലുള്ള വിടവുകളൊക്കെ. അപ്പം നീ എന്ത് തീരുമാനിച്ചു? അവളെ വേണ്ടെന്ന് വെക്കാനോ? കാർത്തി അവനോട് ഓപ്പണായി തന്നെ ചോദിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ബന്ധമല്ലല്ലോ അളിയാ ഞങ്ങൾക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയിലാണ് ഞാനും ലക്ഷ്മിയും. എൻ്റെ ഇന്ദ്ര, ഈ കാര്യത്തിൽ ഒരാലോചനയുടെയും ആവശ്യമില്ല. അധികം താമസിയാതെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. ഈ വിവാഹം നടത്തുന്നു. തിരിച്ചു വരുമ്പോൾ അവളും ഉണ്ടാകും എൻ്റെ ആദിയോടൊപ്പം. കാർത്തി അവന് വാക്ക് നൽകി. അപ്പം നീ നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് തന്നെ തീരുമാനിച്ചോ? ഹേയ്, അങ്ങനെയല്ലടാ. ഉടനെ ചെയ്തു തീർക്കേണ്ട 1-2 ഫയലും കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ സ്വസ്ഥമായി നമ്മൾ നാട്ടിലേക്ക്. പിന്നെ ഈ തവണ നാട്ടിലേക്ക് പോകുമ്പോൾ ഇന്ദ്രൻ്റെ വിവാഹം, അരവിയുടെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ആലോചനയിലുണ്ട്. എടാ, ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ തീരുമാനമെടുത്തത്. അരവി തുടർന്നു. എന്താ അരവി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ സംസാരം കേട്ടതും ക്രിസ്റ്റിയുടെ സ്വരമുയർന്നു. ഇന്ദ്രൻ്റെ കാര്യം പോലെ തന്നെ വീട്ടിൽ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനെന്താ അളിയ, വിവാഹം എപ്പോഴാണേലും അത് വേണ്ടതല്ലേ? അങ്ങനെയല്ല ക്രിസ്റ്റി, എനിക്ക് വിവാഹം എന്ന കോൺസെപ്റ്റിനോട് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക്... അരവി വാക്കുകൾ മുഴുവിപ്പിക്കാതെ പാതി വഴിക്ക് നിർത്തിയതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. എന്താടാ കാര്യം? നിനക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അരവിയുടെ മുഖഭാവം കണ്ടതും ഇന്ദ്രൻ തിരക്കി. എടാ, ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി പറയാതിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അരവി, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ച് പറ. അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനാ? ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന കാർത്തിയുടെ സ്വരമുയർന്നു. ഗൈസ്, എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ജാൻസിയുടെ കാര്യമാണ്. ജാൻസിയുടെയോ? നീ എന്തൊക്കെയാ പറയുന്നേ? അവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളായി അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടേ, അത് ജാൻസിയെ മാത്രമായിരിക്കും. അരവി എടുത്തടിച്ചതുപോലെ അവരോട് പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവരെല്ലാവരും പരസ്പരം നോക്കി. ഞാൻ വളരെ ആലോചിച്ച് തന്നെയാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. എനിക്ക് ജാൻസിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് കാർത്തി. അപ്പോൾ മിക്കുമോനോ? കാർത്തിയുടെ സ്വരം അവൻ്റെ നേർക്കുയർന്നു. എൻ്റെ അപ്പൻ ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി. എബിൻ കാർത്തി പറഞ്ഞ കാര്യങ്ങളത്രയും തൻ്റെ അപ്പനോട് തുറന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് അവൻ്റെ അടുത്ത് സാൻവിയും നിൽപ്പുണ്ടായിരുന്നു. എന്നാലും മോനെ, ഞാനിതൊക്കെ എങ്ങനെയാ അവനോട് പറയുന്നേ? ഓ എൻ്റെ അപ്പാ, കൂടുതൽ ഡ്രാമ കളിക്കാതെ ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അവർ തന്നെ അപ്പനെ ഇങ്ങോട്ട് ക്ഷണിക്കും. നമ്മുടെ അമ്മയുടെ ആഗ്രഹവും അങ്ങനെ തന്നെ അല്ലേ? എടാ, അതൊക്കെ ശരി തന്നെ. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയുമ്പോൾ അതാ എൻ്റെ ടെൻഷൻ. അതിന് സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ അപ്പൻ്റെ മോനോ? അവൻ കെട്ടിയ പെണ്ണ് അപ്പൻ്റെ മോളോ ഒന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ അപ്പന് ടെൻഷനൊക്കെ? എടാ, അതല്ല, കുറച്ചു മുൻപ് അവൻ എന്നോട് ഇക്കാര്യം ചോദിച്ച് വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞത് നിന്റെ ബോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ അവന് സംശയം തോന്നില്ലേ? എൻ്റെ അപ്പച്ച, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധമൊന്നും അങ്ങേർക്കില്ല. അങ്ങനെ ബോധമുള്ളവനായിരുന്നേ സിദ്ധാർത്ഥിനെ അയാൾ ഇങ്ങനെ കയറൂരി വിടില്ലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ടെൻഷനൊന്നും അപ്പച്ചന് വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ വെള്ളം തൊടാതങ്ങ് ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഇടയ്ക്ക് മരുമകളെ കുറ്റപ്പെടുത്തിയും നമ്മുടെ കാർത്തിയേട്ടനെ അപമാനിച്ചൊക്കെ സംസാരിച്ചോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അപ്പനെ കണ്ണിൽ പിടിക്കൂ.
അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോനെ, പിന്നെ അപ്പു, നിന്റെ അമ്മച്ചിക്ക് കാർത്തിക്കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള അവസരം എൻ്റെ ആരുവിന് കൊടുക്കാൻ നീ അവനോട് പറയണം. അതുപോലെ എൻ്റെ ആരു ആഗ്രഹിക്കുന്നുണ്ട് അവനോടൊന്ന് സംസാരിക്കാൻ. അപ്പാ, കാർത്തിയേട്ടനോട് നമുക്ക് സംസാരിക്കുക തന്നെ ചെയ്യാം. അതൊന്നും ഓർത്ത് എൻ്റെ അപ്പൻ ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം അപ്പന് സംസാരിക്കാൻ വേറൊരു മുതലിനെ ഞാൻ തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സാൻവിയുടെ നേർക്ക് ഫോണ് നീട്ടി. അത് കണ്ടതും അവൾ അന്തം വിട്ട് അവനെയൊന്ന് നോക്കി. എടി പോത്തേ, ഇതെൻ്റെ അപ്പനാ. നിന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കണമെന്നുണ്ടെന്ന്. അതുകൊണ്ട് നീ ധൈര്യമായി സംസാരിച്ചോ. അത് കേട്ടതും സാൻവി കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അവൾക്ക് സംസാരിക്കാൻ അല്പം പ്രയാസം തോന്നിയെങ്കിലും ഐസക്കിൻ്റെ രീതികളൊക്കെ അവളെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അടുത്തു. എൻ്റെ സാൻവി മോളെ, നീയും അപ്പവും പറയുന്നത് എനിക്ക് മനസ്സിലാക്കുന്നതുകൊണ്ടല്ല. പക്ഷേ നിന്റെ അച്ഛൻ ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? അതൊക്കെ വിശ്വസിക്കും അപ്പച്ച. അതും ഈ അവസ്ഥയിൽ അപ്പച്ചൻ പറയുന്നത് എന്തും എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും വേണ്ട. എന്നാലും മോളെ, നിന്റെ അപ്പൻ്റെ കാര്യമായതുകൊണ്ട് എനിക്കാകെ ഒരു ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് അപ്പച്ചന് നേട്ടം മാത്രമേ ഉള്ളൂ. പറഞ്ഞു തന്നതുപോലെ എൻ്റെ അച്ഛൻ്റെ മുൻപിൽ അങ്ങ് അവതരിപ്പിക്കുക. പിന്നെ കാർത്തിയേട്ടൻ ഊന്നി പറയാൻ പറഞ്ഞ കാര്യങ്ങളും അപ്പച്ചൻ അച്ഛനോടൊക്കെ പറയണം. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഒരുവിധം സാൻവിയും എബിയും ചേർന്ന് കാര്യങ്ങളൊക്കെയും ഒരുവിധം കരക്കടുപ്പിച്ചു. എന്നാൽ ഇതേ സമയം കാർത്തിയും കൂട്ടരും അരവിന്ദനോട് സംസാരിക്കുകയായിരുന്നു. അവരുടെ സംസാര വിഷയം ജാൻസിയും അവരുടെ ആ കുഞ്ഞി മകനും. എടാ, നീ നന്നായി ആലോചിച്ച് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? കാരണം നിന്റെ ഈ തീരുമാനം ബാധിക്കുന്നത് ഒരു പെൺകുട്ടിയെ കൂടിയാണ്. അതും എല്ലാവരുടെ മുൻപിൽ ഒരു കാലത്ത് അപമാനഭാരവും പേറി ജീവിച്ചിരുന്ന ഒരു സാധു. ഇനി നിന്റെ ഈ തീരുമാനം കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അരവി. കാരണം എനിക്കവൾ സാൻവിയെയും എബിയെയും പോലെയാണ്. കാർത്തി അവനെ ഓർമ്മിപ്പിച്ചു. എടാ, ഞാൻ ഇങ്ങനെ ഒരാഗ്രഹം തമാശയായിട്ട് പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒരു തമാശ പറയുന്ന ആളായിട്ടാണോ നീ എന്നെ കരുതിയിട്ടുള്ളത്? അങ്ങനെയല്ല രവി. നിന്റെ ഇഷ്ടം നിന്റെ വീട്ടുകാർ അറിഞ്ഞാ അത് സമ്മതിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുപോലെയുള്ള കാര്യങ്ങളല്ലേ ആ പാവത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു ആലോചന കൊണ്ട് അവൾക്ക് നമ്മളായിട്ടൊരു ചീത്തപ്പേര് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോയാൽ മതി അരവി. കാർത്തി അവനോട് തുറന്നു പറഞ്ഞതും അതിനു സമ്മതമെന്നവണ്ണം അരവി ഒന്ന് പുഞ്ചിരിച്ചു. ഈ കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊരു വട്ടം കൂടി ചിന്തിക്കേണ്ട കാര്യമില്ല കാർത്തി. എനിക്ക് ജാൻസിയെ വിവാഹം കഴിക്കാൻ 100 വട്ടം സമ്മതമാണ്. അരവി അവന്മാർക്ക് മുന്നിൽ വാക്ക് നൽകി.